വിവാദ സിനിമ ദ കേരള സ്റ്റോറി ഇന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്യും. രാത്രി 8 മണിക്കാണ് സംപ്രേഷണം. ദൂരദർശൻ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് CPIMന്റെ വിമർശനം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് UDFും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക്. ദ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതിനെ ദൂരദർശൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. സുദീപ് ദോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കേരളത്തിൽ വ്യാപകമായ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും 32,000 സ്ത്രീകളെ മതം മാറ്റി ISൽ എത്തിച്ചെന്നും ആരോപിക്കുന്നതാണ് ചിത്രം. 2023 മെയ് 5-നായിരുന്നു ദ കേരള സ്റ്റോറിയുടെ തിയേറ്റർ റിലീസ്. ആ സമയത്ത് തന്നെ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. ചിത്രം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള വർഗീയ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് CPIM കുറ്റപ്പെടുത്തി. സിനിമ സംപ്രേഷണം ചെയ്യുന്നത് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള നീക്കം പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശൻ മാറരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയാണ് കേരള സ്റ്റോറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. പ്രദർശനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ തീരുമാനം. സാമൂഹിക മാധ്യമങ്ങളിലും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.